മുന്നണി മാറ്റത്തിനെ പറ്റി ചർച്ച ഞാൻ ഇവിടെ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു അധ്യായം ഞങ്ങൾ തുറന്നില്ലല്ലോ. നമ്മൾ പിന്നെ നമുക്ക് ഒരു തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ മുന്നണി എപ്പോഴും മാറിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? ഒരു മുന്നണി മാറിയാൽ ചിലപ്പോൾ അത് ബെറ്റർ ആയിരിക്കാം. പക്ഷേ അങ്ങനെ മുന്നണി മാറാൻ കേരള കോൺഗ്രസിന് അങ്ങനെ മുന്നണി മാറിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, പല കാര്യങ്ങളും പല രീതിയിലും പല മേഖലകളിലും പല അഭിപ്രായങ്ങൾ വന്നു കാണും. ചില അഭിപ്രായങ്ങൾ ചിലപ്പോൾ മുന്നണിയെ ബാധിച്ചു കാണും, ചില അഭിപ്രായങ്ങൾ പാർട്ടിയെ ബാധിച്ചു കാണും, ചിലപ്പോൾ ബാധിച്ചില്ലായിരിക്കാം. അതൊക്കെ ഓരോ ഘട്ടത്തിലും ഉണ്ടായിരിക്കുന്ന പ്രതികരണങ്ങൾ എന്ന് മാത്രമേ ഉള്ളൂ. ഈ കേരള കോൺഗ്രസിന് തദ്ദേശത്തിലും ലോക്സഭയിലും തിരിച്ചടി ഉണ്ടായപ്പോൾ താഴെത്തട്ടിലെ അണികളുടെ വികാരം എന്താണെന്ന്, അല്ലെങ്കിൽ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നുവെന്ന് തിരിച്ചറിയാൻ പറ്റാതെ പോയത്. ലോക്സഭയിലുള്ള ഒരു തിരിച്ചടി ഞാൻ അന്ന് നമ്മളെ സൂചിപ്പിച്ചു. അതിനകത്ത് കേന്ദ്രത്തിൽ കോൺഗ്രസ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിയിൽ അവരുടെ ഭരണത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ അവർക്കുണ്ടായെങ്കിൽ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലേക്ക് വന്നു. അതനുസരിച്ചാണ് UDFനുള്ളത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ തീർച്ചയായും കോട്ടയം ജില്ലയിൽ നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ അത്ര മോശമായിട്ട് പോയിട്ടില്ല. നമ്മുടെ ഒരു ജില്ലാ പഞ്ചായത്ത് ഒരാൾ മാത്രമാണ് കുറഞ്ഞു പോയത്. ബാക്കിയെല്ലാം കേരള കോൺഗ്രസ് തന്നെ സംബന്ധിച്ചോളം നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഭരണവിരുദ്ധ വികാരം എന്ന് ഏത് തരത്തിലാണ് ഭരണവിരുദ്ധ വികാരം ഉണ്ടായത്? ഏത് തരത്തിലാണ്? അതാണ് ഇനി പരിശോധിക്കേണ്ടത്. വികസനവുമായി ബന്ധപ്പെട്ട ഒരു വികാരം ഉണ്ടായോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വികസനം നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ആ വികസനം ജനങ്ങളെ കൊണ്ട് എത്തിക്കാൻ പറ്റാതെ പോയതാണോ, അല്ലെങ്കിൽ ഒരു ജനകീയ മുഖം കൊടുക്കാൻ പറ്റാതെ പോയതാണോ? ഇതൊക്കെ ചർച്ച അത് ഞാൻ പറഞ്ഞല്ലോ, പല അഭിപ്രായങ്ങൾ വരും. അതൊക്കെ താഴെത്തട്ടിൽ പോയി അത് പരിശോധിച്ച് നോക്കിയാലേ നമുക്ക് പറയാൻ പറ്റും. അത് ഇപ്പോൾ എന്നാ ചോദിച്ചാൽ എത്രയോ കാര്യം. ഇപ്പോൾ സ്ത്രീ സുരക്ഷാ പദ്ധതി നടത്തി, അത് താഴെത്തന്നെ കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇന്ന കാര്യത്തിനാണ്, ഇങ്ങനെയാണ്, ഇന്ന വ്യക്തികൾക്കാണ്, അവരെ സമീപിച്ച് നിങ്ങൾക്കൊരു ഇങ്ങനെയുള്ള ആനുകൂല്യം ലഭിച്ചിട്ടുണ്ട് എന്ന് LDF പോയി മുൻകൂട്ടി പറയൂ, അല്ലെങ്കിൽ അതിന് ശേഷം പറഞ്ഞ് അങ്ങനെ ഓരോ വ്യക്തികൾക്കും ഒരു തോന്നണമല്ലോ. ഇത് ഇടതുപക്ഷം കൊണ്ടുവന്ന് തന്നതാണ്, അവരുടെ വീട്ടുമുറ്റത്തേക്ക് ആ കുടുംബത്തിലേക്ക് കിട്ടിയ ഒരു ഒരു ആനുകൂല്യമാണ് എന്നുള്ളത് തോന്നരുതണ്ടേ. ഇതേതെങ്കിലും ഒരു ഉദ്യോഗസ്ഥർ കൊണ്ട് കൊടുക്കുന്നതാകല്ലോ. അതുകൊണ്ട് തന്നെ ഈ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇപ്പം ഏറ്റവും അവസാനം JB കോശി കമ്മീഷൻ റിപ്പോർട്ടിൽ വരെ സർക്കാർ ഇടപെട്ടു. പക്ഷെ ഇതൊന്നും LDFന് അനുകൂലമായി വന്നില്ല. ഒന്നും വന്നില്ല എന്ന് ഞാൻ പറയല. കൃത്യമായി ഒരു അനുകൂലമായി ഒക്കെ ചില മേഖലകളിൽ നമുക്ക് LDFന് കിട്ടിയിട്ടുണ്ട്. ചില മേഖലകളിൽ അത് മാറിപ്പോയിട്ടുണ്ട്. പ്രവർത്തനങ്ങളുടെ പ്രശ്നം കൊണ്ടാണോ അതോ മുന്നണി സംവിധാനത്തിന്റെ പ്രശ്നം കൊണ്ടാണോ പരാജയം മനസ്സിലാക്കുന്നില്ല. ചെയർമാൻ തന്നെ പറഞ്ഞു പാർട്ടി ശക്തമായി പ്രവർത്തിച്ചു എന്ന് പറയുന്നുണ്ട്. മുന്നണി തന്നെ ക്രോസ് വോട്ടിംഗ് നടന്നു എന്ന് പറയുന്നുണ്ട്. ഇത് CPMനെതിരെയുള്ള ആക്ഷേപമല്ലേ? ഇതിനകത്ത് അണികൾ പാർട്ടി അണികൾ ക്രോസ് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തെളിയാണെങ്കിൽ അത് വളരെ ഗൗരവത്തിൽ തന്നെ കാണേണ്ടതാണ്. എന്തുകൊണ്ടാണ് അതെന്താന്നുള്ളത് CPM തന്നെ വിലയിരുത്തേണ്ടതാണ്. കാരണം ഞങ്ങളും വിലയിരുത്തും. സംശയമല്ല, അങ്ങനെ ഒരു അഭിപ്രായം കമ്മിറ്റിക്കകത്ത് വന്നു. അത് താഴെത്തട്ടിൽ പോയി പരിശോധിക്കാൻ പറഞ്ഞു. അല്ല, അങ്ങനെയാണെങ്കിൽ ഈ വോട്ട് കണ്ട് ഞാൻ വായിച്ചില്ല ടോട്ടൽ വോട്ട് എത്രയാണ്. ആ ടോട്ടൽ വോട്ടിൽ കുറവ് എന്ന് പറയുന്നത് 2 ആ ടോട്ടൽ വോട്ടിൽ കുറഞ്ഞു പോയത് 2.2% മാത്രമാണ്. അല്ല, കേരള കോൺഗ്രസിന്റെ വോട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. 2 കഴിഞ്ഞ പ്രാവശ്യം 2021 വോട്ടും ഇപ്പോഴുള്ള വോട്ടുമായി 2.2% മാത്രമാണ്. അതാണ് ഞാൻ ആദ്യമേ വായിച്ചു കേൾപ്പിച്ചത്. അത് അങ്ങനെ തന്നെയുണ്ട്. പക്ഷേ ഞാനീ പറഞ്ഞത് ഇത് പോരാ. സാധാരണക്കാരെ നിഷ്പക്ഷമായിട്ടുള്ള വോട്ടർമാരുണ്ട്, അവരാണല്ലോ സൈലന്റ് ആയിട്ട്. അങ്ങനെയാണ് അവരുടെ വോട്ട് കൂടെ കിട്ടുമ്പോഴല്ലേ നമുക്ക് ജയിക്കാൻ കഴിയൂ. അതല്ലാതെ അപ്പുറത്ത് ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു മുന്നണി സംവിധാനത്തിലോ ഒരു പാർട്ടിയുടെ നേതൃത്വത്തിൽ മാത്രമായിട്ട് ഒരു സ്ഥാനാർത്ഥിയും ജയിക്കാൻ കഴിയില്ല.
ഇപ്പോൾ അവിടെ ജോസഫ് ഗ്രൂപ്പിന്റെ അവിടെ 8 സ്ഥാനാർത്ഥിൽ 7 ജയിച്ചു. ആരുടെ ബലം കണ്ട നിന്നു? ആരാന്ന് സ്ഥാനാർത്ഥി നോക്കിയോ? ഇല്ലല്ലോ. UDF ജയിച്ചു. അതിലൊന്നും അഹങ്കരിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കേരള കോൺഗ്രസിന് മാത്രമാണെന്ന്? അല്ലല്ല, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. ഈ മലബാർ മേഖലയിലെ മുസ്ലിം ലീഗ് മതം പറഞ്ഞുകൊണ്ട് മതം അപകടത്തിലാവും, ഇത്തവണയും കൂടെ അധികാരത്തിൽ വന്നില്ല എങ്കിൽ മതം അപകടത്തിലാവും, അതുകൊണ്ട് നമുക്ക് മതത്തിന് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് വോട്ട് ചോദിച്ചു. അത് മനസ്സിലാക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞില്ലേ? പല സ്ട്രാറ്റജീസ് ഉപയോഗിച്ചിട്ടുണ്ട്. ആ സ്ട്രാറ്റജീസ് ഞാൻ പറഞ്ഞില്ലേ, തെറ്റായ നരേറ്റീവിൽ കൂടെ ചെന്നെത്തിയിട്ടുണ്ട്. അത് വളരെ ഗൗരവമാണ്, വളരെ തെറ്റായ ഗൗരവം. പാർട്ടിയുടെ സംസ്ഥാന പദവി ആശങ്കയുണ്ട്. കാരണം ഇത്രയും വോട്ടുകളുടെ കുറഞ്ഞു അല്ല, അതിനകത്ത് ഈ ക്ലോസ് 10A എന്ന് പറയുന്ന നമ്മുടെ ഈ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ സിമ്പൽ ഉണ്ട്. അതിനകത്ത് നമ്മൾ അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ 6 വർഷത്തേക്ക് അടുത്ത ഇലക്ഷനിലേക്ക്. അതുകൊണ്ട് ചിഹ്നത്തിൻ്റെ കാര്യത്തിലും അതിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല. മാധ്യമങ്ങളിൽ ചുമ്മാ വെറുതെ ഇങ്ങനെ ഒരു വാർത്തകൾ കൊടുക്കുന്നതാണ്. അതിനകത്ത് ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഇത് വായിക്കാം. അതിൻ്റെ ചോദിച്ചോ, കേൾക്കുന്നുണ്ട്. LDF-ലെ തന്നെ CPI വളരെ രൂക്ഷമായിട്ട് പിണറായി വിരുദ്ധതയാണ് ഇത് വ്യക്തമായ പരാജയത്തിന്റെ കാരണം എന്ന് പറയുന്നത്. ഇത്രയും മുന്നണിയിൽ വളരെ പിണറായി ഉൾപ്പെടെ പിന്തുണ കൊടുത്ത പാർട്ടി ഇത്രയും ചർച്ചയിൽ പിണറായി വിരുദ്ധത എന്നത് കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നാണോ, അതോ അതിനെപ്പറ്റി പറയാൻ ചെയർമാൻ മടിക്കുന്നതാണ്? ഞാൻ പറഞ്ഞല്ലോ, പല കാരണങ്ങളുണ്ട്. വ്യക്തിപരമായ കാരണങ്ങളുണ്ട്, അതുകൂടാതെ ഈ ന്യൂനപക്ഷമായിട്ടുള്ള കാരണങ്ങളുണ്ട്, ജനകീയ മുഖം കൊടുക്കാത്തതിൻ്റെ കാര്യങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ വികസനം ചെന്നെത്താത്തതിൻ്റെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്തെല്ലാം മിക്സായിട്ട് കിടപ്പുണ്ട്. അത് എത്രമാത്രം ആ വോട്ടിനെ ബാധിച്ചു എന്നുള്ളത് പരിശോധിക്കും. താങ്കൾ പറഞ്ഞ പോലെ അതെടുത്ത് പരിശോധിക്കണം. അത് പരിശോധിക്കുമ്പോൾ ജനകീയ മുഖം ചിലപ്പോൾ ഞാനൊരു മുഖം കൊടുക്കാഞ്ഞിട്ടായിരിക്കും, റോഷി കൊടുക്കാഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ സ്റ്റീഫനോ അല്ലെങ്കിൽ ഇവിടെ കൊടുക്കാഞ്ഞിട്ടായിരിക്കും. ഏത് തരത്തിലും വേണമെങ്കിലും അതിനെ വ്യാഖ്യാനിക്കാം. ഏതാ എല്ലാ കാര്യവും മുഖം നോക്കാതെ എന്താണോ LDF-നുണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും പറയും. ചില കാര്യങ്ങൾ കഴിഞ്ഞ LDF യോഗത്തിൽ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. The commission to candidates set up by an unorganized party which was earlier recognized as a national and a state party. ഇത് ആ സിമ്പൽ ഇതിനകത്തുള്ളതാണ്. 6 years protection. ഇതൊക്കെ കാലക്കൂട്ടി കണ്ടിട്ട് തന്നെ